ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്ക്. ഡൽഹിയിലെ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിന്റെ ബേസ്മെന്റിൽ വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ച മലയാളി നെവിൻ ഡാൽവിന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചു. വിമാനത്താവളത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മൃതദേഹം ഏറ്റുവാങ്ങി. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. പ്രതീഷ്, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. മറ്റാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്? എപ്പോഴാണ് സംസ്കാരം? മറ്റു വിവരങ്ങൾ? പ്രവിത, നെവിൻ ഡാൽവിന്റെ മൃതദേഹം അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. ഡൽഹിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയത്. അല്പസമയം മുമ്പ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിച്ചു. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് വിമാനത്താവളത്തിലെത്തിയത്. വിദ്യാഭ്യാസ മന്ത്രി അന്തിമോപചാരം അർപ്പിച്ചു. ഒപ്പം കാട്ടാക്കട MLA IB സതീശ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒപ്പം ഉണ്ടായിരുന്നു. അല്പസമയത്തിനകം തന്നെ ഭൌതികദേഹം ഈ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോകും. നിലവിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം നാളെ രാവിലെ 8 മണിയോടുകൂടിയായിരിക്കും പേയാട് ഉള്ള വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്നത്. 10 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നതാണ് ബന്ധുക്കൾ നിലവിൽ അറിയിച്ചിരിക്കുന്ന കാര്യം. വളരെ ദാരുണമായൊരു സംഭവം തന്നെയായിരുന്നു ഡൽഹിയിൽ ഉണ്ടായ അപകടം. ഇതിൽ മലയാളി മരണപ്പെട്ടു എന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം വളരെ വേഗത്തിൽ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുള്ളത്. നിലവിൽ ഈ മരിച്ച നെവിനും കുടുംബവും തിരുവനന്തപുരം സ്വദേശികളായിരുന്നു. 2014 തിരുവനന്തപുരത്ത് നിന്ന് പിന്നീട് എറണാകുളം കാലടിയിലേക്ക് ഇവർ കുടുംബത്തോടെ സ്ഥിരതാമസമാക്കിയത്. ഈ പേയാടുള്ള കുടുംബ വീട്ടിലാണ് നിലവിൽ മൃതദേഹം നാളെയോടുകൂടി എത്തിക്കുന്നത്. അവിടെ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. നിലവിൽ JNUവിലെ ഗവേഷക വിദ്യാർത്ഥി കൂടിയായിരുന്നു നെവിൻ. ഇതിനൊപ്പമായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് സിവിൽ സർവീസ് മോഹവുമായി IAS അക്കാദമിയിൽ കോച്ചിങ്ങിന് പ്രവേശിച്ചത്. അപ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു ദാരുണ സംഭവം ഉണ്ടാവുകയും നെവിന്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നത്. 8 വർഷം മുമ്പ് ഈ തുടർ പഠനത്തിന്, ഉന്നത പഠനത്തിന് വേണ്ടിയായിരുന്നു നെവിൻ ഡൽഹിയിലെത്തിയത്. ഡൽഹിയിൽ നിന്ന് കലാചരിത്ര പഠനത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. പിന്നീട് JNUവിൽ നിന്ന് MPhil പൂർത്തിയാക്കിയ ശേഷമാണ് അവിടെ ഗവേഷണത്തിനായി നെവിൻ പ്രവേശിച്ചത്. ഈ ഗവേഷണം നടന്നുവരുന്ന കൂട്ടത്തിൽ തന്നെ ഇതിനോടൊപ്പം തന്നെയായിരുന്നു സിവിൽ സർവീസും മുന്നോട്ട് കൊണ്ടുപോയത്. ഇതിനിടയിലാണ് ഈ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി ഒരു അപകടം ഉണ്ടാവുകയും നെവിൻ അതിൽപ്പെട്ട മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു ദുഃഖം, ആ ഒരു ഞെട്ടിൽ തന്നെയാണ് തിരുവനന്തപുരത്തെയും എറണാകുളത്തെയും കുടുംബാംഗങ്ങളും നാട്ടുകാരും ഉള്ളത്. സംസ്ഥാന സർക്കാരും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ട്. മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഈ മരണത്തിൽ അനുശോചനം അറിയിച്ചിരുന്നു. നാളെ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രിമാർ അടക്കം ഈ പേയാടിലുള്ള വീട്ടിലേക്ക് എത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്ന കാര്യം. എയർപോർട്ടിൽ അല്പസമയം മുമ്പ് എത്തിച്ച മൃതദേഹത്തിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി അന്തിമോപചാരം അർപ്പിച്ചു. അല്പസമയം മുമ്പാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ നിന്ന് മടങ്ങിയത്. നിലവിൽ കാട്ടാക്കട MLA IB സതീഷ ഇവിടെ തന്നെയുണ്ട്. ഈ എയർപോർട്ടിൽ നിന്ന് പുറത്തെത്തിച്ച മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ക്ലിയറൻസ് നടപടികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അത് പൂർത്തിയാക്കി ഉടൻ തന്നെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകും. നിലവിൽ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഭൌതികദേഹം മാറ്റുന്നത്. അവിടെ നിന്ന് രാവിലെ 8 മണിയോടുകൂടി തന്നെ ഈ പേയാടുള്ള വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും. 10 മണിയോടുകൂടി തന്നെ സംസ്കാരം നടക്കുമെന്നതാണ് നിലവിൽ ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. പ്രവിത. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിലെ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിന്റെ ബേസ്മെന്റിൽ വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ച മലയാളി നെവിൻ ഡാൽവിന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചു.